ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം ബോൾ വെച്ചിട്ടാട്ടോ ഇന്ന് നമ്മൾ ചെടി നടുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് ഐസ്ക്രീം ബോൾ ഉണ്ടായിനി. അപ്പോൾ നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ഒഴിവാക്കൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ അതിനോട് എന്തെങ്കിലും നടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ചെടി നടാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഐസ്ക്രീം ബോൾ എടുത്തിട്ട് നമ്മൾ ഓരോന്ന് അതിൻ്റെ ബേക്ക് ഭാഗം ഉണ്ടല്ലോ, പിറകു വശത്ത് മൂട് എന്നൊക്കെ പറയട്ടോ, അതിൻ്റെ പിറകു വശത്ത് നമ്മൾ ഇങ്ങനെ ഓട്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കത്തി ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഓട്ടാക്കി കൊടുത്തതാട്ടോ. അതിൻ്റെ ശേഷം കണ്ടില്ലേ, നമ്മളെ ബോളുകൾ 9 ബോൾ ഉണ്ട് കേട്ടോ നമ്മളെ കയ്യിൽ. അത് ഇനി നമുക്ക് ഇതുപോലെ കയറെടുത്തിട്ട് കയറിൻ്റെ താഴെ അറ്റം നല്ലോണം നമ്മൾ ഇങ്ങോട്ട് കെട്ടി മുറുക്കണം കേട്ടോ. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നമ്മൾ ഈ ബോൾ ഇങ്ങനെ ആക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെ കുടുങ്ങി നിൽക്കണമല്ലോ. അല്ലെങ്കിൽ ഇത് താഴെ കെട്ടിയില്ലെങ്കിൽ നമ്മളെ ബോൾ ഇങ്ങോട്ട് താനെ ഇങ്ങോട്ട് പോരുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഒരു കെട്ടിടുന്നത്. അതുപോലെ ഞാൻ കെട്ടിയിട്ട് ഇനി ഇതുപോലെ ഇങ്ങോട്ട് എല്ലാ ബോളുകളും ഇതുപോലെ ഇങ്ങോട്ട് കോർത്ത് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. എന്താ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ വെച്ചപ്പം തന്നെ എന്ത് ഭംഗിയുണ്ട് നമ്മളെ ഐസ്ക്രീം ബോൾ. അതുപോലെ നമുക്ക് ഇതിൽ ചെടി നട്ടിട്ട് ചെടി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളെ ബോർഡുകളൊക്കെ ഇതുപോലെ ഞാൻ കയറ് വെച്ച് ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടോ. ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. ഇതിലേക്ക് നമുക്കിങ്ങനെ മണ്ണ് നിറച്ച് വെക്കട്ടോ. അപ്പോൾ ഓരോ ബോളിലും ഇതുപോലെ ഇങ്ങനെ മണ്ണടി നിറക്കട്ടോ കേട്ടോ. നമ്മളിത് മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാട്ടോ നമ്മളത്. അപ്പം നമ്മളിതുപോലെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെടി നടാം. എന്ത് ഭംഗിയല്ലേ, ഓരോ വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇതൊക്കെ നമ്മളൊരു വേസ്റ്റാക്കി ഒഴിവാക്കണതാണല്ലോ. ആ ഒഴിവാക്കി വെച്ചതിലൊക്കെ ഒന്ന് നട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഒരു ഗാർഡന്, ഒരു ചെടിത്തോട്ടം അതുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് നടുന്നത് ഈ ചെടി കേട്ടോ. അപ്പോൾ ഈ ചെടി ഞാനിങ്ങനെ ഒരു ബോട്ടിലിൽ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചതിന് കേട്ടോ. നമ്മൾ ഒന്നിങ്ങനെ തൂക്കിയിട്ട് വെച്ചിനി. അപ്പോൾ അതിന്മേൽ കുറച്ച് അധികം ഉണ്ടായപ്പം കട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഉഷാറായി വന്ന് അന്നേരമാണ് എനിക്കിങ്ങനെ കുറച്ച് ഐസ്ക്രീം ബോൾ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ അത് ഇതിലേക്കൊന്ന് നടാലോ എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചും തരാമല്ലോ. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് നടുന്നതും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഞാൻ മണ്ണ് നിറച്ച് അതിൻ്റെ ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടോ. ഈ ചെടിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ, വേഗം പിടിക്കുക. അധികം വെള്ളം വേണ്ട, മണ്ണും വേണ്ട, തണുപ്പും വെയിലും ഒക്കെ ഒരു പാകത്തിന് മതി. അതുകൊണ്ട് വേഗം ഇങ്ങനത്തേലൊക്കെ ഇതാണ് കേട്ടോ നല്ലത്, ഇങ്ങനത്തെ ചെടികളൊക്കെ പിടിപ്പിക്കുക. ഇതിങ്ങോട്ട് തൂങ്ങി ഇങ്ങോട്ട് വരും കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് ഉണ്ടായി കാണാൻ കേട്ടോ. ഇതുപോലെ തന്നെ കുറച്ച് ചട്ടിയിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ തൂക്കിയിട്ട് വെച്ചതാ കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടോ. ഒരുപോലെ ഞാൻ എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുക കേട്ടോ. കണ്ടില്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഇതൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടമായാലൊക്കെ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളെ വീട്ടിലെ പണികൾ കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിൻ്റെയൊക്കെ ഒരു മുന്നേ 5 മിനിറ്റ് മുന്നേ ഇതുപോലത്തെ ഒക്കെ ഓരോന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും ഒന്ന്. നമുക്ക് ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം കേട്ടോ. എനിക്കിനെ ചെടി പ്രാന്ത് നട്ടോ ഞാൻ പറയല, എന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തന്നെ ഈ ചെടി ഇങ്ങനെ കുഴിച്ചിടുക എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഞാനിങ്ങനെ ചെടി നട്ടിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തൂക്കിയിടാം കേട്ടോ. നമ്മൾ ഈ മരത്തുമ്മലായിക്കോട്ടെ, ഇതുമ്മ തന്നെ നമുക്ക് തൂക്കിയിടാം. അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതിന് വേറെ ചെടി വെച്ചത്, അത് ഞാൻ തീമ്മൽ വെച്ചപ്പം ഭംഗിയില്ലാന്ന് തോന്നി, അത് ഒഴിവാക്കി അതിമേൽ ഇത് നടാമെന്ന് വിചാരിച്ചിട്ടോ. അതിലെ ഇതുപോലെ ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മളെ ബോർഡുകൾ ഇങ്ങനെ കെട്ടിങ്ങോട്ട് തൂക്കിയിടാം. നല്ല ഭംഗിയല്ലേ കാണാൻ. നിങ്ങളൊക്കെ ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കി. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നട്ടില്ലെങ്കിൽ നമ്മൾ ഐസ്ക്രീം ബോളൊക്കെ ഉണ്ടല്ലോ, ഒഴിവാക്കരുത്. ഇതുപോലെ കയർമല കെട്ടി തൂക്കി ഇങ്ങനെ മുറ്റത്ത് തന്നെ ഓരോ മരത്തുമലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കേണ്ടി അതിന് വേറൊരു ഭംഗി കേട്ടോ. ഒരു പച്ച, ചുവപ്പ്, മഞ്ഞ, നീല എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ബോളുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുമ്പോൾ ഒക്കെ എന്തൊരു ഭംഗിയാലേ. അപ്പം നമ്മളെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഞാൻ ഇങ്ങനെ നട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കട്ടോ ഓരോന്നായിട്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിനോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻ്റ് അറിയിക്കുക. എങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ ഇടേണ്ടതെന്നുള്ളതോ അതും നിങ്ങൾ അറിയിക്കണം കേട്ടോ. അതിനനുസരിച്ചാണല്ലോ നമുക്ക് ഇനിയും പുതിയ വീഡിയോ ഒക്കെ ഇടാനായിട്ട്. കണ്ടില്ലേ,
ഇനി നമുക്ക് ഈ സ്റ്റാൻഡിലേക്ക് ഈ ചെടി തന്നെ ഞാനിങ്ങനെ ബോട്ടിലാക്കി നട്ട് പിടിപ്പിച്ചിഞ്ഞല്ലോ അതിലേക്ക് ഇങ്ങോട്ട് വെച്ച് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ടാവും. ഒന്നിച്ച് ഇതൊക്കെ വാട ഇങ്ങോട്ട് ഉണ്ടായി വരുമ്പോൾ അതാ ഇതിൽ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലിട്ടങ്ങനെ നട്ടിഞ്ഞത് അതും ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് വെക്കുക. ഇത് രണ്ടും ഇതിലേക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കേട്ടോ അതിലൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ വാട ഇങ്ങോട്ട് തിങ്ങി നിറയെ ഉണ്ടാകുമ്പോൾ എന്ത് ഭംഗി ഉണ്ടാവില്ലേ. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലൊക്കെ നല്ല ആരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. പിന്നെ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിക്കില്ലെങ്കിൽ ഒരു കമൻ്റ് അറിയിക്കുക. നമുക്ക് തന്നാൽ മതി. നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ ഉപയോഗിക്കും കേട്ടോ. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടാൻ നമുക്ക്. അപ്പോൾ ആരുടെ അടുത്ത് ഇങ്ങനത്തെ ബോട്ടിലുകളൊക്കെ കുറേ ഉള്ളതുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി, ഒരു കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യാൻ ആരും മറക്കരുതേ. ഓക്കെ, ബായ്.